ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LITV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ അവിടെ ഇരുന്ന് മൂർത്തി ജ്വല്ലറിക്ക് വിജയം ഉണ്ടാകുന്നതിനെ പറ്റി തർക്കവും കാര്യങ്ങളുമായിട്ട് അവരെല്ലാവരും കൂടെ ഇരിക്കും. അപ്പോൾ ഈ ജാനകിക്കാണെങ്കിൽ ഇപ്പോൾ അനി കാരണമാണ് എല്ലാം കിട്ടിയത് എന്നുള്ള ഒരു ഇതിലിങ്ങനെ സംസാരിക്കുമ്പോൾ ആദർശിൻ്റെയും നയനയുടെയും കഷ്ടപ്പാടിനെ പറ്റി അവിടെ ഇരുന്ന് അജയൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവിടെ ദേവയാനി പറഞ്ഞു, അതൊന്നും ജാനകിക്ക് ഇഷ്ടപ്പെടില്ല കേൾക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഉള്ളതുപോലെ പറയേണ്ടതായിട്ടെത്തിയെന്ന് അജയൻ ചോദിക്കുക. അപ്പോഴത്തേക്കും ജയൻ ചാടിക്കയറി പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇവിടെ നിന്ന് തർക്കിച്ചത് കൊണ്ട് എന്താ കാര്യം? എന്ത് വന്നാലും മൂർത്തി ജ്വല്ലറിക്ക് അവസാന വിജയം ഇന്ന് ഉണ്ടാവണം. അത് മാത്രമാണ് നമുക്ക് അറിയാനുള്ളത്. AN ജ്വല്ലറിയുടെ താഴേക്ക് നമ്മൾ പോകുന്നത് സങ്കല്പിക്കാൻ കൂടി കഴിയില്ല എന്ന കാര്യം ജയം പറയുമ്പോഴത്തേക്കും രാവിലെ മുതൽ ഒരാൾ പ്രാർത്ഥനയായിരുന്നു. നമ്മുടെ അവന്തിക മോള് എന്ന് പറയുമ്പം മോള് നിൻ്റെ മരുമോളാകാൻ പോകുമല്ലേ, അതിൻ്റെ പ്രാർത്ഥനയായിരിക്കുമെന്ന് ദേവയാനി പറയുക. അനി ജയിക്കണമെന്ന് മറ്റാരേക്കാളും മോളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവുമെന്നും പറഞ്ഞു. പക്ഷെ മനസ്സിലാക്കേണ്ടവൻ അത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ജാനകി പറഞ്ഞപ്പം അതൊക്കെ ശരിയായിക്കോളും ജാനകി, നിങ്ങൾ വെറുതെ അനിയെ കൂടുതൽ വിമർശിക്കാതിരുന്നാൽ മതിയെന്നും ഇന്ന് ജയിക്കുകയാണെങ്കിൽ അവൻ എതിരാളികളില്ലാത്ത MD ആയി മാറും നമ്മുടെ കമ്പനിയിലെന്ന കാര്യം ജയം പറയണു. പിന്നെ ആദർശിനൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നും ജയം പറഞ്ഞു. വന്നാലും എന്നെയും അജയനെയും പോലെ കമ്പനിയിൽ തുടരാമെന്നും പറഞ്ഞു. അവൻ അതിൽ ഒരിക്കലും വിഷമമില്ല ജയേട്ടാന്ന് ദേവയാനി അന്നേരം പറഞ്ഞു. അനി MD ആയിരിക്കുന്നത് അവൻ അഭിമാനത്തോടെ കാണുന്ന കൂട്ടത്തിലാണെന്ന് ദേവയാനി ജയനോട് പറയുക. പിന്നെ നിങ്ങളൊക്കെ ആദർശ് MD ആയിരുന്നപ്പോൾ അവനെ സഹായിച്ചതുപോലെ എനിക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് അവൻ അങ്ങ് പോയിക്കോളുമെന്നും ദേവയാനി പറയുവാണ്. ഇതൊക്കെ കേട്ടപ്പോൾ അജയന് സങ്കടമായി. ആ സമയത്ത് എങ്ങനെയെങ്കിലും അച്ഛൻ അവനെ തിരിച്ചു വിളിച്ചാൽ മതിയായിരുന്നു എന്ന് ദേവയാനി പറയുക കേട്ടോ. അങ്ങനെ അവരിതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് അവിടെ പൂജാമറയിൽ നമ്മുടെ മുത്തശ്ശൻ എഴുന്നേൽക്കാതിരുന്ന് പ്രാർത്ഥിക്കാം. മുത്തശ്ശിയും കൂടി രണ്ടുപേരും ഭയങ്കര പ്രാർത്ഥനയില്ല. അപ്പം നല്ല ടെൻഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ഈ കോമ്പറ്റീഷൻ്റെ ഭാരം എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയാം എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. പിന്നെ നമ്മുടെ ജ്വല്ലറി ഉയർന്നു വരികയാണെന്നും അപ്പോൾ അതിൻ്റെ ബലം കൂട്ടണമെങ്കിൽ വിജയിച്ചേ മതിയാവുള്ളൂ എന്ന് മാത്രമല്ല ഇത് നയനമോളുടെ സന്തോഷത്തിൻ്റെ കാര്യമാണെന്നും ഇവിടെ നമുക്ക് പരാജയം വന്നു കഴിഞ്ഞാൽ നയനമോളുടെ സൃഷ്ടികൾക്ക് പരാജയം വന്നു എന്നാണ് അതിൻ്റെ അർത്ഥമെന്ന കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമ്മയാകാൻ പോകുന്ന മോളെ അത് നെഗറ്റീവായി ബാധിക്കുമെന്നുള്ള കാര്യവും മുത്തശ്ശൻ പറഞ്ഞു കൊടുക്കുക മുത്തശ്ശിയോട്. ഇപ്പം മോൾക്ക് മാനസിക ഉല്ലാസം വേണ്ടുന്ന സമയമാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ എത്രത്തോളം പ്രാർത്ഥിച്ച് ഒരു ദിവസം വേറെ ഉണ്ടാവില്ല അല്ലേ എന്ന് മുത്തശ്ശനോട് ചോദിക്കുമ്പം അതെ, നമ്മൾ മാത്രമല്ല ഇവിടെ എല്ലാവരും നമ്മുടെ അതേ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് ജയനും അജയനും ദേവയാനിയും ഒക്കെ ഈ വീടിനകത്ത് നമുക്കെതിരായി പ്രാർത്ഥിക്കുന്നവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അതാണ് ശരിക്കും കഷ്ടം. സത്യം പറഞ്ഞാൽ അബിയെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് മുത്തശ്ശൻ പറഞ്ഞപ്പം അതെന്തെങ്കിലും ആയിക്കോട്ടെ, നവ്യ അവൻ ചെയ്ത തെറ്റ് വിശ്വസിച്ച് പോകാത്തിടത്തോളം കാലം നമ്മൾ ഇനി അതിൻ്റെ പിന്നാലെ നടക്കണ്ട, അതുകൊണ്ട് കാര്യമില്ല എന്ന് മുത്തശ്ശനോട് പറയണം. അങ്ങനെ അതും പറഞ്ഞ് ഇവർ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുവാണ്. എന്തായാലും ഇതേ സമയം പിന്നെ അവിടെ ആ ഒരു കോമ്പറ്റീഷൻ്റെ ആ ഒരു ടെൻഷനുമായിട്ടിരിക്കുന്ന നന്ദുവിനെയാണ് കാണിക്കുന്നത്. അനിയനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്ന നന്ദുവിനെയാണ് കാണിക്കുന്നത്. നന്ദു ആണെന്നുണ്ടെങ്കിൽ അനിയെ കണ്ടപ്പോൾ തൊട്ട് അവരെ സ്നേഹിച്ചപ്പോൾ തൊട്ട് നടന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് കരയാട്ടോ. ആ സമയം നമ്മുടെ ASI അങ്ങോട്ടേക്ക് വന്നു. മേഡം, ആ കോളനിയിൽ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. കോളനിയിൽ പ്രശ്നമുണ്ടെങ്കിൽ അവിടേക്ക് പോകണം, എല്ലാത്തിനും ഞാൻ എസ്കോട്ട് വരണോ എന്ന് നന്ദു ചോദിച്ചേ. അപ്പോൾ അല്ല, അത് പിന്നെ കുറച്ച് ക്രിമിനൽസ് ഉണ്ട് അവിടെ. അപ്പോൾ അതെ, ക്രിമിനൽസിനെ നേരിടാൻ വനിതാ SI, ബാക്കി എല്ലാവർക്കും പേടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നന്ദു ദേഷ്യപ്പെടുക. അവിടെ വന്നു കഴിഞ്ഞാലും മാറി നിൽക്കത്തല്ലേ ഉള്ളൂ എന്നും ചോദിച്ചു. ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അവന്മാർ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞ് എന്നെ തടയാനല്ലേ നിങ്ങൾ നോക്കത്തുള്ളൂ എന്നും നന്ദു ചോദിക്കുവാണ്. ചില സമയത്ത് പോലീസാണെങ്കിലും ഗുണ്ടകളെയൊക്കെ നേരിടുമ്പോൾ ശരീരത്ത് പോറലൊക്കെ പറ്റിയെന്നിരിക്കുമെന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ യൂണിഫോം എടുത്തിടുന്നതെന്നും നന്ദു പറയുകയാണ്. അപ്പം മേഡം, എന്നാൽ പിന്നെ ഞാൻ പോയിട്ട് വരാം മേഡം എന്നിങ്ങനെ ASI പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഈ നവീൻ കയറി വരിക. നവീൻ കയറി വന്നപ്പോൾ ഭയങ്കര ടെൻഷനും ചൂടുമായിട്ട് നിൽക്കുന്ന നന്ദുവിനെയാണ് കാണുന്നത്. ഇതെന്താ ഇത്ര ചൂട്? അല്ല നവീനേട്ടാ, ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെയും കൂട്ടിയേ പോകത്തുള്ളൂ എന്ന് നന്ദു ഇങ്ങനെ ഈ നവീനോട് പറഞ്ഞു. ഞാൻ പോകേണ്ടടുത്ത് അവർ പറയാതെ തന്നെ ഞാൻ പോകുന്നുണ്ടെന്നൊക്കെ നന്ദു പറയുവാണ്. ഇനി അവിടെ ചെന്ന് എന്തെങ്കിലും ആക്രമണം ഉണ്ടായാലോ കയ്യും കെട്ടി നോക്കി നിൽക്കത്തേ ഉള്ളൂ. ഞാൻ അതിനകത്ത് ഇടപെട്ടാൽ പോലും ആ പോയ ആൾ വരത്തുമില്ല. അല്ല നവീനേട്ടൻ എന്താ പെട്ടെന്ന് വന്നതെന്ന് ചോദിച്ചപ്പോൾ അത് പിന്നെ ഇരിക്കും നവീനേട്ടാ, എന്താ കാര്യമെന്ന് നന്ദു ചോദിക്കട്ടെ. നന്ദുവിനാണെങ്കിൽ ആകെ ടെൻഷൻ കയറി ഇരിക്കുകയല്ലേ. അത് പിന്നെ ഞാൻ ഈ വഴിക്ക് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ എന്ന് നവീൻ പറഞ്ഞു. പിന്നെ അനിയുടെ എൻഗേജ്മെൻറ്റ് നന്ദു അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം നമ്മുടെ നന്ദു ഞാൻ മിക്കവാറും വരില്ല എന്ന് നന്ദു പറഞ്ഞു. അല്ല, എന്തു പറ്റി? സൺഡേ ആണല്ലോ. അത് കേട്ടപ്പം സൺഡേ ഞങ്ങൾക്ക് ലീവില്ല നവീനേട്ടാന്ന് പറഞ്ഞു.
അല്ല എന്നാലും ലീവ് എടുത്തുകൂടെ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം തൽക്കാലം ഞാൻ ഇല്ല നവീനേട്ടാന്ന് നന്ദു പറയാം. അനിയുടെ നിശ്ചയം നടക്കുന്നതിന് നന്ദുവിന് നല്ല നിരാശയുണ്ടെന്ന് തോന്നുന്നല്ലോ എന്നിങ്ങനെ നവീൻ പറയുമ്പം എനിക്കെന്തിനാ നിരാശ എന്ന് നന്ദു ചോദിക്കുക. അല്ല ഇന്നൊരു ഡിസൈനിങ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്, ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലാണെന്ന് പറയുമ്പോൾ അത് ഞാൻ വായിച്ചായിരുന്നു പത്രത്തിൽ. വലിയ പരസ്യമൊക്കെയല്ലേ കൊടുത്തിരിക്കുന്നത്. അതിന് നയനേച്ചി പങ്കെടുക്കുന്നുണ്ടേ. നയനാസ് കളക്ഷൻസ് ഒന്നാമതെത്തിയാൽ അത് മൂർത്തി ജ്വല്ലറിക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് നമ്മുടെ നന്ദു പറയും. അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ തൻ്റെ ചേച്ചി ആർട്ടിൻ്റെ ഉസ്താദല്ലേ, അപ്പോൾ പിന്നെ ഭയക്കാനൊന്നും ഇല്ലടോ നവീൻ. എന്നാലും അങ്ങനെയൊന്നും അല്ല നവീനേട്ടാ, ഇത് കുറച്ച് ഹൈ കോമ്പറ്റീഷൻ ആണെന്ന് ഇങ്ങനെ നന്ദു പറഞ്ഞപ്പം അതൊക്കെ നയന ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നേ, അതിൻ്റെ ടെൻഷനാണോ നന്ദുവിന്? അപ്പം അതേന്ന് പറഞ്ഞു. പിന്നെ വീട്ടിലാകെ പ്രശ്നമായെന്ന് നവീൻ പറയുക. എന്തു പറ്റി, എന്താ കാര്യം? അല്ല അനിയുടേത് ഇനി നടക്കാൻ പോകുന്നത് 2ാമത്തെ കല്യാണമാണല്ലോ, ഇതുവരെ ഞാനൊരു കല്യാണം കഴിച്ചില്ല എന്നും പറഞ്ഞ് അമ്മ ഒരേ വഴക്കാണെന്ന് നവീൻ പറയുക. ആദർശം അനിയും അബിയും എല്ലാവരും വിവാഹിതരായല്ലോ, എന്നിട്ടും ഞാൻ ഇതുവരെ കല്യാണത്തിന് സമ്മതം മൂളാത്തതിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിപ്പിക്കുന്നതെന്ന് നന്ദു ചോദിച്ചു. ഞാൻ പറയുന്ന പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് അമ്മ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ കല്യാണത്തിന് പച്ചക്കൊടി കാണിക്കുള്ളൂ എന്ന് നവീൻ. പെണ്ണാരാണെന്ന് അമ്മയോട് പറഞ്ഞു എന്ന് നവീനോട് ചോദിക്കുമ്പം ഇതുവരെ ഞാനത് പറഞ്ഞിട്ടില്ല, ഒരു പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞപ്പോൾ അമ്മേനെ ഫയർ ചെയ്യായിരുന്നു എന്ന കാര്യം പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ ഈ സമരം മുന്നോട്ട് പോകും, അത് കഴിയുമ്പോൾ അമ്മ തന്നെ പറയും ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട്. അതെനിക്കറിയാമെന്ന് നവീൻ പറയാം. ആ സ്പോട്ടിൽ തന്നെ ഞാൻ പെൺകുട്ടിയുടെ വീട്ടിലെത്തുമെന്നും അവളുടെ അച്ഛനും അമ്മയുമായിട്ട് സീരിയസ് ആയിട്ട് വിവാഹത്തെ പറ്റി സംസാരിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം അല്ല ഈ പെൺകുട്ടിക്ക് നവീനേട്ടൻ്റെ ഇഷ്ടം അറിയില്ല എന്നല്ലേ പറഞ്ഞെന്ന് ചോദിച്ചപ്പം അറിയോ ഇല്ലയോ എന്നെനിക്ക് അറിയത്തില്ല, ആ പെൺകുട്ടി നല്ല ബുദ്ധിയുള്ള കൂട്ടത്തിലാണെന്നും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറും സംസാരിക്കാറുമുണ്ട്, എൻ്റെ സംസാരത്തിൽ നിന്ന് ചില ഹിൻ്റ് അവൾക്ക് കിട്ടിക്കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു. ആദ്യം ആ പെൺകുട്ടിയുടെ സ്വന്തം ഇഷ്ടം പോയി തുറന്നു പറയാം, അവൾ ഓക്കെ ആണെങ്കിൽ പിന്നെ പേടിക്കാനൊന്നും ഇല്ലല്ലോ എന്ന് നന്ദു പറയാണ്. അത് പലപ്പോഴും പറയണം എന്നും പറഞ്ഞ് അരികിൽ എത്തിയിട്ടുണ്ട്, പക്ഷേ അതിനുള്ളൊരു ധൈര്യം അത്ര പോരാ, അതുകൊണ്ടാണെന്നൊക്കെ നവീൻ പറയണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നന്ദുവിൻ്റെ മനസ്സിൽ ആരെങ്കിലും ഉള്ളത് കൊണ്ടാണോ നന്ദു കല്യാണം വേണ്ടെന്ന് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം എനിക്ക് കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല നവീനേട്ടാന്ന് നന്ദു അന്നേരം പറഞ്ഞു. അപ്പം നവീൻ ഇങ്ങനെ നോക്കുവാണ്. എൻ്റെ പ്രൊഫഷനും കല്യാണവും തമ്മിൽ പോകത്തില്ല എന്നും പറഞ്ഞു. അതെന്താ നന്ദു അങ്ങനെ പറയണേന്ന് നവീൻ ചോദിച്ചു. അല്ല തന്നെ പോലെയുള്ളവരൊന്നും കല്യാണം കഴിക്കുന്നില്ലെന്നാണോ? എന്നെ പോലെയുള്ളവർ കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട്, ഞാനൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ സ്വഭാവം ഒരുമാതിരിപ്പെട്ട പയ്യന്മാരുമായിട്ടൊന്നും ഒത്തു പോകത്തില്ല എന്നും നന്ദു ഇങ്ങനെ നവീനോട് പറയുക. പിന്നെ മുഖം നോക്കാതെ നിയമം നടപ്പിലാക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് ഭീഷണിയും ഒരുപാടുണ്ടെന്നും പറഞ്ഞു. അങ്ങനെയുള്ളപ്പോൾ ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്നത് തന്നെയാണ് നല്ലതെന്നും നന്ദു പറയാണ്. അല്ല ഇത്രയും കാലമായിട്ടും നന്ദുവിന് ആരോടും പ്രണയം തോന്നിയിട്ടില്ലേ എന്നിങ്ങനെ നവീൻ ചോദിച്ചപ്പം അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു നന്ദു. അപ്പോൾ നവീൻ ഇങ്ങനെ നോക്കാം. പ്രണയിക്കാൻ പറ്റിയ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്ന് നമ്മുടെ നന്ദു പറയാം. ഇനി ചിലപ്പോൾ നാളെ എങ്ങാനും കാണുമായിരിക്കും. എന്തായാലും ഈ ജീവിതത്തിൽ ഞാൻ തൃപ്തയാണെന്ന് നമ്മുടെ നന്ദു നവീനോട് പറയുമ്പോൾ നവീൻ ആശ്വാസമായി ദീർഘശ്വാസമൊക്കെ വിട്ടിരിക്കുവാണ്. അപ്പോൾ എന്താ നവീനായിട്ട് ചിന്തിക്കണേന്ന് നന്ദു ചോദിച്ചപ്പം എന്നോടെന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നല്ലോ, എന്താണെന്ന് ചോദിക്കുവാണ്. അല്ല പ്രേമിക്കുന്ന പെണ്ണിനെ പറ്റി വല്ലതും ആണോ എന്ന് ചോദിച്ചപ്പം പ്രേമിക്കുന്ന പെണ്ണിനെ പറ്റിയൊക്കെ പറയണമെന്നുണ്ട്, പിന്നെ ഒരിക്കലാവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവീൻ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ പോവുകയാണോ എന്ന് ചോദിച്ചപ്പം കുറച്ച് തിരക്കുണ്ട്, എന്താ പുറത്തേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല നവീനേട്ടാ, ചേച്ചിയുടെ ആ കോമ്പറ്റീഷൻ കഴിയുന്നത് വരെ എനിക്ക് മറ്റൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് നന്ദു. അപ്പം ചേച്ചി വിജയശ്രീലാളിതയായിട്ട് തിരിച്ചു വരട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നവീൻ അവിടെ നിന്ന് പോയി. നന്ദു വീണ്ടും നിരാശയിലേക്ക് മടങ്ങി. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുക നമ്മുടെ നന്ദു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഈ നവീനും അതുപോലെ വേണുവും മകളും ഒക്കെ കാണും. അപ്പോൾ ഈ വേണു ചോദിക്കുകയാണ്, സാറേ ഈ ഡിവോഴ്സ് നടത്താതെ നിശ്ചയമൊക്കെ നടത്താൻ പറ്റുമെന്ന്. അപ്പോൾ വീടിനകത്ത് ചെറിയൊരു ചടങ്ങായിട്ട് നടത്തുകയാണെന്നും പുറം ലോകത്തെ അറിയിച്ചിട്ടില്ല എന്നും നവീൻ പറയുമ്പം എന്നാലും അത് ന്യായമാണ് സാറേ എന്ന് അനാമിക. അവന്തികയും അനിയും തമ്മിലുള്ള നിശ്ചയം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കോംപ്രമൈസിന് വന്നേ പറ്റൂ, ആ കല്യാണം നടക്കാനായിട്ടേ. അതുകൊണ്ട് ഈ നിശ്ചയം നടക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന കാര്യം പറയാണ് ഈ നവീൻ. അപ്പം അത് ശരിയാ മോളെ എന്ന് വേണു. നിശ്ചയം നടത്താൻ പിന്നെ കല്യാണം നടത്തിയല്ലേ പറ്റുള്ളൂ. അതിനു മുൻപ് എന്തായാലും നീയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞേ പറ്റത്തുള്ളൂ എന്ന കാര്യവും വേണു പറയുന്നു. എന്ന് മാത്രമല്ല ആ സമയത്ത് നിങ്ങൾ ആവശ്യപ്പെടുന്ന തുക അത്രയും തരാൻ അനിയും അനിയുടെ മുത്തശ്ശനും നിർബന്ധിതരാകുകയും ചെയ്യുമെന്ന കാര്യവും ഈ നവീൻ പറയുവാണ്.
ഞാനും അതിനെ പ്രോത്സാഹിപ്പിച്ചോളാമെന്നും പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞേക്കും ഇവർ. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ എൻഗേജ്മെൻറ്റിന് നിങ്ങൾ തടസ്സം നിൽക്കരുതെന്ന് പറഞ്ഞപ്പം വക്കീൽ സാർ പറയുന്നത് പോലെ തന്നെ ഞങ്ങൾ ചെയ്തോളാം. പക്ഷെ ഞങ്ങളെക്കാളും പ്രിയപ്പെട്ടവരാണ് വക്കീലിന് അവരൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉപദേശം തന്നിട്ട് ഞങ്ങളെ ചതിക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങൾ തോന്നിയതുപോലെ ചെയ്യുക, എനിക്കതിൽ യാതൊരു കുഴപ്പമില്ല എന്ന് നവീൻ. അല്ല അച്ഛൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ സർ, എനിക്ക് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് വരുന്നത്. എൻ്റെ പൊന്ന് സാറേ, അവന്തികയും അനിയും തമ്മിലുള്ള കല്യാണം നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകാൻ പോകുന്നത് സാറിനാണെന്ന് പറയുമ്പം അപ്പോൾ അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു. അല്ല, ആ നന്ദുവിനെ സാറിന് ഇഷ്ടമാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാമെന്ന് വേണു പറയുമ്പോഴത്തേക്കും നവീൻ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പം ആരെങ്കിലും അത് പറഞ്ഞോട്ടെ, പക്ഷേ അനിയുടെ കല്യാണം കഴിയാതെ നന്ദുവിനെ സാറിന് കിട്ടുമെന്ന് സാർ പ്രതീക്ഷിക്കണ്ട എന്ന് അനാമിക. അപ്പം കൂടുതൽ സംസാരമൊന്നും വേണ്ട, ആ വഴിക്ക് സംസാരം പോവുകയും വേണ്ട. അതുപോലെ നന്ദുവിനെ പോലെ ഒരു പെൺകുട്ടിയെക്കുറിച്ച് മോശമായ രീതിയിൽ അഭിപ്രായം നിങ്ങൾ പറയരുതെന്നും പറഞ്ഞു നവീൻ. എനിക്ക് ചിലപ്പോൾ അവളോട് ഇഷ്ടം കാണുമായിരിക്കും, പക്ഷേ തിരിച്ചതില്ല എന്നും പറഞ്ഞു. എന്നും പറഞ്ഞ ഒരു തലയാട്ടുക. പിന്നെ അവളെല്ലാവരോടും ഫ്രീ ആയിട്ട് ഇടപഴകുന്ന കൂട്ടത്തിലുള്ള ഒരാളാണെന്നും നിങ്ങൾ അതേപ്പറ്റി കൂടുതൽ ആലോചിക്കാനും പോകണ്ടെന്നും പറഞ്ഞു. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കൃത്യമായി പാലിച്ചാലും മതി. അവന്തികയുടെയും അനിയുടെയും നിശ്ചയം കഴിഞ്ഞാൽ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെയാണെന്ന കാര്യവും നവീൻ ഇങ്ങനെ ഇവരോട് പറയണം. അതും പറഞ്ഞ് നവീൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ. നവീൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും മോളും കൂടി അവിടെ നിന്ന് ഈ നവീനെ പറ്റി പറയുന്നു. അത് നടക്കട്ടെ എന്നും പറഞ്ഞു. നന്ദുവിനെ വക്കീലിന് വേണം, അതുകൊണ്ടാണ് വക്കീൽ അവന്തികയെ അനിയൻ തമ്മിൽ കെട്ടിക്കാൻ നോക്കുന്നതെന്ന കാര്യം പറഞ്ഞ് നമുക്കതെന്തായാലും നല്ലതാ, നിശ്ചയം നടക്കട്ടെ മോളെ, അതിനുശേഷം നഷ്ടപരിഹാര തുക കൂട്ടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാമെന്ന് അച്ഛനും മോളും കൂടെ പറയുമ്പോൾ കിട്ടുന്നത് വാങ്ങിച്ചെടുക്കാൻ നോക്കു, ചുമ്മാ അത്യാഗ്രഹം കാണിക്കാതെ എന്ന് അനാമിക. മോള് വാ എന്നും പറഞ്ഞ് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ നിന്ന് പോകണം. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ കോമ്പറ്റീഷൻ നടക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. എല്ലാവരും ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഈ അബി അനിയോട്, എടാ കഴിഞ്ഞ തവണ ഇതുപോലൊരു സാഹചര്യത്തിൽ ഞാൻ തല താഴ്ത്തിയാണ് പോയത്, പക്ഷെ ഇന്ന് തല കുമ്പിട്ട് പോകുന്നത് നിന്നോടൊപ്പം നിന്റെ ഏട്ടത്തേമ്മ കൂടെ ആയിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അനിയോട് ഇരുന്ന് പറയുമ്പോൾ അതെ നയന ഇത് കേട്ടു. നയന ഇങ്ങനെ നോക്കുവാണ്. ഒരുത്തം വന്നില്ലല്ലോടാ നിന്റെ ഏട്ടൻ, അവനറിയാം ഇന്നത്തെ ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് അവൻ മനഃപൂർവ്വം മാറി നിന്നതാണെന്നൊക്കെ പറയുമ്പം ഒന്ന് പോടാ അവിടുന്ന്, ഞാനാ ഇപ്പം മൂർത്തി ജ്വല്ലറിയുടെ MD എന്നും അതുകൊണ്ടാണ് ഞാൻ വന്നതെന്ന കാര്യം അനി പറയാം. നയന കളക്ഷൻസ് ഏട്ടത്തിയുടെ സൃഷ്ടിയാണെന്നും അതുകൊണ്ടാണ് ഏട്ടത്തിയും കൂടെ വന്നതെന്ന കാര്യവും അനി അന്നേരം പറഞ്ഞു. ഇനി നിനക്കെന്താ അറിയേണ്ടതെന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയണ്ടടാ, റിസൾട്ട് മാത്രം വന്നാൽ മതിയെന്ന് അബി അവിടെ നിന്ന് പറഞ്ഞു. അപ്പോൾ നീ എന്താ ജഡ്ജസിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് അനി അന്നേരം ചോദിക്കാം. അപ്പോൾ അതെൻ്റെ പണിയല്ല, അല്ലെങ്കിൽ തന്നെ ഇൻ്റർനാഷണൽ ഡിസൈനിങ് ഇന്ന് ഇവിടെ വേറെ ഉറപ്പിക്കാൻ പോവുകയാണെന്ന കാര്യമൊക്കെ പറഞ്ഞു. ആ സമയത്ത് പക്ഷഭേദം കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പം എന്നാൽ പിന്നെ നമുക്ക് റിസൾട്ട് നോക്കാടാന്ന് അനി പറയും. നോക്കാടാന്നും പറഞ്ഞ് അബി ഇരിക്കുക. അപ്പം അബി ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നു, ചെവിയൊക്കെ ഇങ്ങനെ വട്ടം പിടിക്കുന്നുണ്ട്, ഇവൻ്റെ സംസാരമൊക്കെ എന്താണെന്ന് അറിയാൻ. ഈ സമയത്ത് ഈ അബി ആ ഡേവിഡിനോട് പറയുവാണ്, അവരും ഭയങ്കര ആത്മവിശ്വാസത്തിലാണ്, പക്ഷേ ഇത്തവണ മാളു ഞാൻ പറഞ്ഞ തെറ്റില്ല, ഇത്തവണ നീ തന്നെയാണ് താരമെന്നും പറഞ്ഞ് മാളവികയോട് പറയുകയാണ് അബി. അത് കേട്ടപ്പോൾ മാളവിക വലിയ ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നയന, അനി അവൻ എന്താ പറയുന്നതെന്ന് ചോദിച്ചു. അവൻ വെല്ലുവിളി നടത്തുകേട്ടത്തി ഏതാണ്ട് വിജയിച്ചതുപോലെയാണ് അവൻ്റെ സംസാരമെന്ന് അനി. അപ്പോഴേക്കും അവിടെ അവരുടെ അനൗൺസ്മെൻറ്റ് വന്നു. അങ്ങനെ ആ ഒരു റിസൾട്ട് ഇപ്പോൾ പറയുമെന്നുള്ള ഇതിൽ സംസാരിക്കുന്നു. അപ്പോൾ എല്ലാവരുടെയും മികച്ച ഡിസൈൻസ് ഓരോന്നും പരിശോധിച്ചതിന് ശേഷം നമ്മുടെ ബഹുമാന്യനായ ജഡ്ജസ് വിധി പറയാൻ പോവുകയാണെന്ന കാര്യം പറയുന്നു. ഇത് TV-യിലൂടെ അവിടെ അന്തപുരിയിലുള്ളവർ കാണുവാണ്. എല്ലാവരും നെഞ്ചെടുപ്പോടെ ഇവിടെ ഇരിക്കുക, എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും. അപ്പോഴേക്കും അവിടുത്തെ ആ ഒരു വലിയ സാറിനെ വിളിച്ചു. ആ സാറിനെ വിളിച്ചിട്ട് മയക്കും കൊടുത്തു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കോമ്പറ്റീഷൻ വിന്നറിനെ പറയുകയാണ്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുടെയും നെഞ്ചിരിപ്പോടു കൂടി എല്ലാവരും ഇങ്ങനെ ആകാംക്ഷാഭരിതരായി കണ്ണുപോലും ചിമ്മാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഭയങ്കര നെഞ്ചിടിപ്പം. അപ്പോൾ ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പം അറിയാലോ എന്ന് നയന ഹനിയോട് പറയുക. അപ്പോൾ എൻ്റെ നയന തന്നെ വിജയിക്കണേ എന്ന് നവ്യ അവിടെ നിന്ന് മനസ്സൂചിക്ക് പ്രാർത്ഥിക്കുക. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിലിരിക്കുന്നു. അതുപോലെ നവ്യ ആണെങ്കിൽ നയനയെ നോക്കുന്നുണ്ട്, അവരെല്ലാവരെയും നോക്കുവാണ്. ആ സമയം ഫസ്റ്റ് പ്രൈസ് ഗോസ് ടു മൂർത്തീസ് ജ്വല്ലറി എന്ന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഷിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അബി, ആ സമയത്ത് ഡേവിഡും എല്ലാവരും, ഈ സമയം ബാക്കിയുള്ളവർ, അതായത് നമ്മുടെ അനന്തമൂർത്തിയും മക്കളും ഭയങ്കര സന്തോഷത്തിൽ അനന്തപുരിയിൽ. അങ്ങനെ ഇവർ കൈയടിക്കുന്നത്, നയനയുടെ സന്തോഷം, ഇതെല്ലാം TV-യിലൂടെ ഇവരിങ്ങനെ കാണുവാണ്. ആ സമയത്ത് നമ്മുടെ മുത്തശ്ശന് സന്തോഷിക്കാൻ പറ്റില്ലല്ലോ. മുത്തശ്ശൻ അന്നേരത്തേക്കും ഗൗരവമൊക്കെ പിടിച്ചിങ്ങനെ അവിടെ ഇരിക്കുക. ഡേവിഡും അബിയും ആ സമയത്ത് നമ്മുടെ നവ്യയും ഇവർ കാണാതിരുന്ന് ഭയങ്കരമായിട്ട് സന്തോഷിക്കുക കേട്ടോ. ഈ സമയത്ത് മാളവികയും അതെ.
അങ്ങനെ നമ്മുടെ നയനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അവരിങ്ങനെ പുകഴ്ത്തി പറയുകയും ചെയ്യുന്നു. ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനറാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ എലഗൻറ്റ്, അതുപോലെ നല്ല ക്രിയേറ്റിവിറ്റി, അങ്ങനെ നല്ല ക്രിയേഷൻ, ഇതൊക്കെ നയനെക്കുറിച്ച് ഇവരിങ്ങനെ പറയുകയാണ്. നയന ആൻഡ് മൂർത്തി ജ്വല്ലറി വിന്നേഴ്സ്. ഇപ്പം നയന പ്ലീസ് കം എന്ന് പറഞ്ഞ് നയനയെ വിളിച്ചു. അങ്ങനെ നയന അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അതെല്ലാം കണ്ട് നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അതിനുശേഷം നയനെക്കുറിച്ച് ഇങ്ങനെ കുറേ അവരിൽ നിന്ന് സംസാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വലിയൊരു സമ്മാനമൊക്കെ നമ്മുടെ നയനയ്ക്ക് കൊടുത്തു. നയന ആ ഒരു മൊമെൻറ്റോയൊക്കെ മേടിച്ചുകൊണ്ട് നിൽക്കുന്നതെല്ലാം കണ്ട് എല്ലാവരും തുള്ളിച്ചാടുവാണ് സന്തോഷം. അപ്പോൾ അച്ഛന് സന്തോഷമായില്ലേ, നയനമോൾ വിജയിച്ചു എന്നിങ്ങനെ പറയുമ്പോൾ എനിക്കല്ലെങ്കിലും നയനമോളോട് ദേഷ്യമൊന്നുമില്ല. ആദർശിനൊപ്പം നയനമോൾ പോയതാണ് എനിക്ക് ദേഷ്യം എന്ന് മുത്തശ്ശൻ പറയുക. എങ്കിലും ഇപ്പം നമ്മുടെ യശസ് ഉയർത്തിയില്ലേ മോള്, അവളെ തല താഴ്ത്തിയിരുന്ന് നമ്മുടെ എതിരാളികളല്ലേ അച്ഛാ എന്ന് ജയൻ ഇങ്ങനെ പറഞ്ഞപ്പം, അത് നിന്റെ മോൻ്റെ മിടുക്കല്ലേടാ, നയനമോളുടെ മിടുക്കല്ലേ, ആദ്യം അവൻ കഴിവ് തെളിയിക്കട്ടെ, എന്നിട്ട് നമുക്കൊരു തർക്കത്തിൽ ഏർപ്പെടാമെന്ന് മുത്തശ്ശൻ ഇങ്ങനെ അവിടെ നിന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി. മുത്തശ്ശൻ അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശിയും പിന്നാലെ എഴുന്നേറ്റ് പോയി. ഈ സമയത്ത് പിന്നെ അവിടെ നമ്മുടെ നയനയ്ക്ക് വേണ്ടുന്ന സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ അനിയും നയനയും ആ സമ്മാനം ഇങ്ങനെ പൊക്കിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് നമ്മുടെ അഭി തകർന്ന് തരിപ്പണമായിട്ട് നാണം കെട്ട് അവിടെ തലയും കുനിച്ചു കണ്ണും അടച്ചു പിടിച്ചിങ്ങനെ ഇരിക്കുന്നു, ആരുടെയും മുഖത്ത് നോക്കാൻ മേലാതെ. അനിയെ വെല്ലുവിളിച്ച് നാവ് വായിലേക്ക് ഇടേണ്ട താമസം ഉണ്ടായിരുന്നുള്ളൂ. മൂർത്തീസ് ജ്വല്ലറിയാണ് വിന്നേഴ്സ് എന്നും പറഞ്ഞ് അവർ വിളിച്ചു പറയാനായിട്ട്. അപ്പോൾ എന്തായാലും പണി പാലും വെള്ളത്തിലല്ല, അതിനേക്കാളും വലിയ പണിയും മേടിച്ചുകൊണ്ട് അവരങ്ങനെ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും 1000 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ച് നിർത്തുകയാണ്. ടാറ്റാ, സീ യു അഗൈൻ, ബൈ.